ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ചെറിയൊരു പരിചയപ്പെടുത്തലാണ്. തെരഞ്ഞെടുത്ത ഏറനാടൻ കഥകൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. റഹ്മാൻ കിടങ്ങയം എന്ന കിഴക്കൻ ഏറനാട്ടിലെ തന്നെ പ്രശസ്തനായ കഥാകൃത്ത് കൂടിയായ റഹ്മാൻ കിടങ്ങയം എഡിറ്റ് ചെയ്തെടുത്ത 25 ഏറനാടിലെ എഴുത്തുകാരുടെ കഥകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. ഏറനാടൻ ദേശപാരമ്പര്യത്തിൻ്റെ ഭാഷ പരന്നു കിടക്കുന്ന 25 കഥകൾ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. ഈ കിഴക്കൻ ഏറനാട്, പ്രത്യേകിച്ച് ഏറനാട്ടിൽ തന്നെ കിഴക്കൻ ഏറനാട് വെറും ഒരു ദേശത്തിൻ്റെ മാത്രം പേരല്ല എന്ന് ഉണർത്തുന്ന ഒരു പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കൂടി പേരാണ്. അത് സ്വത്വബോധമുള്ള ജനതയുടെ തനത് സൗന്ദര്യമുള്ള ഭാഷയുടെ ചരിത്രമാണ് എന്നൊക്കെ കഥകളിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകം. ഈ ഏറനാടിന് വളരെ പാരമ്പര്യമുള്ള ചരിത്ര പാരമ്പര്യമുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരിൽ പടപൊരുതി 6 മാസക്കാലം ഏറനാട്ടിൽ ബ്രിട്ടീഷ് ഭരണത്തെ അടുപ്പിക്കാതെ ചെറുത്ത് നിന്ന മഹാപ്രസ്ഥാനം ഒക്കെ നടന്നു മറഞ്ഞ ഒരു സ്ഥലമാണ് ഏറനാട്. ഇതിൻ്റെയൊക്കെ ചരിത്രം, അതുപോലെ തന്നെ നിരവധി പോരാട്ടങ്ങളുടെ ഭൂമികയാണ് കിഴക്കൻ ഏറനാട്. തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനതയിൽ അവകാശബോധത്തിൻ്റെ അന്തസ് ഉയർത്തി കാണിച്ച പാരമ്പര്യം മലപ്പുറം ജില്ലയിൽ തന്നെ നിലമ്പൂർ ഉൾപ്പെടുന്ന കിഴക്കൻ ഏറനാടിൻ്റെ മലമ്പ്രദേശങ്ങളിൽ തോട്ടം മേഖലകളിലാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ബീജാവാപ്പം നൽകിയിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ ഉയർത്തെഴുന്നേറ്റ ഒരു പാരമ്പര്യം. അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും മമ്പുറം തങ്ങന്മാരുടെയും അതുപോലെ തന്നെ സ്വത്വബോധമുള്ള ഒരു ജനതയുടെ അന്തസ്സാർന്ന പോരാട്ട വീര്യത്തിൻ്റെ ചരിത്ര പാരമ്പര്യമുള്ള ഏറനാടിൻ്റെ ചരിത്രം ഈ 25 കഥകളിലായി ഏറനാടിൻ്റെ തനത് ഭാഷയിൽ, കൊളോക്കിയൽ ലാംഗ്വേജിൽ അടയാളപ്പെടുത്തിയതാണ് ഈ പുസ്തകം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ റഹ്മാൻ കിടങ്ങയം കണ്ടെത്തിയിട്ടുള്ള 25 കഥാകൃത്തുക്കൾ, ഒരുപക്ഷെ ഇത് അവസാന വാക്കല്ല, തീർച്ചയായും 25 അല്ല, 50 അല്ല, 50-ൽ കൂടുതലൊക്കെ എഴുത്തുകാരുണ്ടാവും. എങ്കിൽ പോലും അതിലേറ്റവും പ്രാധാന്യമുള്ള കഥകളും തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള എഴുത്തുകാരെയാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇതൊരു അവസാന പുസ്തകമായിരിക്കില്ല. തുടർന്നും ഇതിന് പതിപ്പുകളും ഇതിൽ കണ്ടെത്തലുകളും നിരവധി ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടാവേണ്ട ഒരു പുസ്തകമാണ് ഇതെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. PN വിജയൻ എന്ന മുതിർന്ന എഴുത്തുകാരൻ്റെ കഥയോട് കൂടിയിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ സഫിയ മുഹിയുദ്ദീൻ, സാക്കിർ സാക്കി പോലുള്ള പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ കഥകളിലൂടെ ഇത് അവസാനിക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ കിഴക്കൻ ഏറനാട്ടിൻ്റെ കഥാകൃത്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന കാരണവരായ നാടകകൃത്തും കഥാകൃത്തും നോവലിസ്റ്റുമൊക്കെയായ ബഹുമാന്യനായ GC കാരക്കലിൻ്റെ കഥ ഇതിലുണ്ട്. അബു ഇരിങ്ങാട്ടിരിയുണ്ട്, രാജൻ കരുവാരകുണ്ടുണ്ട്. ഒരു ദേശത്തിൻ്റെ കരുവാരകുണ്ട് ദേശത്തിൻ്റെയും ചെറുമ്പിൻ്റെയും ഒക്കെ കഥ പറഞ്ഞ ഈ 2 എഴുത്തുകാർ. റഹ്മാൻ കിടങ്ങയം തന്നെയുണ്ട്. കാർഷിക സംസ്കൃതിയുടെ കഥ പറഞ്ഞുകൊണ്ട് റഹ്മാൻ കിടങ്ങയത്തിൻ്റെ മനോഹരമായ കഥയുണ്ട്. ഹക്കീം ചോലയിൽ എന്ന നോവലിസ്റ്റിൻ്റെ കഥയുണ്ട്. ഉസ്മാൻ ഇരുമ്പുഴി, അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക 2 എഴുത്തുകാർ ഇതിലുള്ളത് VK ദീപയും അതുപോലെ തന്നെ പ്രിയ സുനിലുമാണ്. ഈ 2 വനിതാ എഴുത്തുകാരുടെ സാന്നിധ്യവും അവരുടെ ഭാഷയും അവരുടെ പ്രമേയവുമൊക്കെ കഥകളിലൂടെ അവർ കൊണ്ടുവരുന്ന ലോകം പുതുമയാർന്നതാണെന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകമാണ് ഇതിലുള്ളത്. ഇങ്ങനെ നിരവധി ഇത്തരം എഴുത്തുകാരുടെ കൂട്ടത്തിൽ റഹ്മാൻ കിടങ്ങയം തിരഞ്ഞെടുത്തിട്ടുള്ള എഴുത്തുകാരുടെ കൂട്ടത്തിൽ അംസ ആലിങ്ങലുണ്ട്, മുജീബ് റഹ്മാൻ കരുളായിയുണ്ട്, മുഹാജിർ കരുളായിയുണ്ട്, ഖദീജ ഉണ്ണിയമ്പത്ത് എന്നൊരു സ്ത്രീ എഴുത്തുകാരിയുണ്ട്, അത്തീഫ് കാളികാവ്, അഷിത എന്നൊരു എഴുത്തുകാർ ബാംഗ്ലൂരിൽ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന ഇവരൊക്കെ മുക്താർ ഉതിരമ്പൊയിൽ, സുപ്രധാനമായ ഏറനാടൻ ലാംഗ്വേജിൽ ഏറ്റവും മനോഹരമായി ഇന്ന് എഴുതി നിൽക്കുന്ന മുക്താർ ഉതിരമ്പൊയിൽ, എഴുത്തിൽ പരിണിതപ്രജ്ഞനായ കിഴക്കൻ ഏറനാട്ടിലെ അബ്ദുള്ള കുട്ടി എടവണ്ണ, ഷിഫാസ് അക്തർ എന്ന എഴുത്തുകാരനൊക്കെ ഇതിലുണ്ട്. ഇനിയും ഞാൻ ഒരുപക്ഷെ എല്ലാവരുടെയും പേര് വിട്ടുപോയിരിക്കാം. എങ്കിൽ കൂടിയും ഞാൻ ഈ പുസ്തകം ഇപ്പോൾ പരിചയപ്പെടുത്താൻ ഒരു കാരണം, ഇതിൽ ഈ വിനീതനായ എൻ്റെ ഒരു കഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, റഹ്മാൻ കിടങ്ങയം എന്നുള്ളതാണ്. കുഞ്ഞു മുഹമ്മദ് അഞ്ചിച്ചോടി എന്ന പേരിൽ എഴുതുന്ന എൻ്റെ ഒരു കഥ കങ്കാണി എന്നൊരു കഥയും ഇതിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിൻ്റെ പരിചയം നീട്ടുന്നില്ല. എൻ്റെ കഥയിലെ 2 അധ്യായങ്ങൾ മാത്രം ഇവിടെ വായിക്കുകയാണ്. അതും ഏറനാടൻ ചരിത്രത്തോട്, തോട്ടം മേഖലയുടെ ചരിത്രത്തോട് ബന്ധപ്പെട്ട ഒന്നായതുകൊണ്ട് മാത്രം അത് വായിച്ചുകൊണ്ട് ഈ പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കും. കഥ കങ്കാണി. കുഞ്ഞു മുഹമ്മദ് അഞ്ചച്ചോടി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയിട്ടും അവരായിട്ട് തുടങ്ങിവെച്ച പല കാര്യങ്ങളും മാറ്റമില്ലാതെ തുടർന്നു വന്ന കാലത്താണ് കഥ നടക്കുന്നത്. അതുകൊണ്ടാവാൻ ചുണ്ടംപൊട്ടി എസ്റ്റേറ്റ്
തെക്ക് നിന്നും കുടിയേറിയ കുരിശുമൂട്ടിൽ തോമാച്ചൻ്റേതായിട്ടും ഇപ്പോഴും സായിപ്പിൻ്റെ തോട്ടം എന്ന് തന്നെ അറിയപ്പെടുന്നത്. റബ്ബർ തോട്ടത്തിൽ തണുത്ത പ്രഭാതങ്ങളിൽ മരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെളുത്ത റബ്ബർ പാൽ ചിരട്ടകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചന്തം ആസ്വദിച്ചുകൊണ്ട് അടിക്കാട് വെട്ടി തെളിയിക്കുന്ന പെണ്ണുങ്ങൾക്കിടയിലേക്ക് പുതിയ മേസ്ത്രി വരുന്നു എന്ന വാർത്ത നബീസുവും ബിരിയുമ്മയും ജാനകിയടത്തിയും കേൾക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായിരുന്നു. അന്നു മുതൽ വരാൻ പോകുന്ന മേസ്ത്രിയെക്കുറിച്ചുള്ള പലതരം സംശയങ്ങളായിരുന്നു അവർ പരസ്പരം പങ്കുവച്ചിരുന്നത്. കോടമൂടിയ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ട്രൗസറും കാക്കി കുപ്പായവും ധരിച്ച ഒരു മനുഷ്യരൂപം നടന്നെടുക്കുന്നു. പുതിയ മേസ്ത്രിയായി എത്തുന്നു എന്ന് പറഞ്ഞു കേട്ട പീറ്റർ എന്ന കങ്കാണിയായിരുന്നു അത്. ഇതാണ് കങ്കാണി എന്ന കഥയുടെ ഒരു തുടക്കം. അപ്പോൾ ഇതും ഒരു ചരിത്രമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കങ്കാണിമാരൊക്കെ എസ്റ്റേറ്റുകളിൽ ഭരിക്കുകയും അതുപോലെ തന്നെ അവർ സൂപ്പർവൈസർമാരായി എത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ആ തോട്ടം തൊഴിലാളികളുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില ഏടുകളാണ് എൻ്റെ കഥയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാവരും വിവിധ വിഷയങ്ങളിലൂടെ ഏറനാടിൻ്റെ ദേശത്തിൻ്റെ പാരമ്പര്യം, അതിന് സമരത്തിൻ്റെ പാരമ്പര്യങ്ങൾ, അതുപോലെ തന്നെ ഏറനാട്ടിലെ പ്രണയങ്ങൾ, അതുപോലെ തന്നെ മാപ്പിള ജീവിതങ്ങൾ, കൊളോക്കിയൽ ലാംഗ്വേജുകളിലൂടെയുള്ള പൂരങ്ങൾ, അതുപോലെ ഉത്സവങ്ങളൊക്കെ അടയാളപ്പെടുത്തി കിഴക്കൻ ഏറനാട് ഒരു ദേശം മാത്രമല്ല അതൊരു സംസ്കാരവുമാണ് എന്ന് തെളിയിക്കുന്ന ഈ പുസ്തകം 25 കഥാകൃത്തുക്കളുടെ പല കഥകളിലായി പരന്നു കിടക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത ഈ പുസ്തകത്തിനുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വായനയിൽ ഈ പുസ്തകം എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടണം എന്ന് മാത്രമാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.